ഇന്ന് നമ്മുടെ നാട്ടിൽ 2025 എത്തിയപ്പോഴത്തേക്കും ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് വേഷം ധരിച്ച പണ്ഡിതധാരികളായ ആളുകൾ പറയാൻ തുടങ്ങി, ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല. അവർ പറയുന്നത് ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല, ഉളുഹിയ്യത്ത് എന്ന കർമ്മം ആവശ്യമില്ല, അള്ളാഹു മൃഗങ്ങളെ ഒരിക്കലും അറക്കാൻ വേണ്ടി പറയൂല എന്ന് ചില ഖുർആനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിവരം കെട്ടവരായ ആളുകൾ സമൂഹ മധ്യേ ജനങ്ങളെ വസവാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, എന്തിനാ ഉളുഹിയ്യത്ത് അറക്കണ? ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം മേടിച്ചു കൊടുത്താൽ പോരെ, ഒരു വീട് വെച്ച് കൊടുത്താൽ പോരെ, ആ പാവങ്ങൾക്ക് വല്ല ഫർണിച്ചർ എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് അതിന്റെ താഴെ കുറെ മാപ്പിളാര് ശരിയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ, നല്ല ആശയം. എന്റെ സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കി, ഇസ്ലാമിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വ്യക്തികൾ സംസാരിക്കുന്ന സംസാരങ്ങളാണ് ശരിയെന്ന് ശരിവെക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, കാലികളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എല്ലാം പഠിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ആ മൃഗങ്ങൾ, അത് നിങ്ങൾക്ക് വേണ്ടി പടച്ചോൻ തന്നതാണ്. നിങ്ങൾക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. വലക്കും ഫീഹാ മനാഫിഉ വലിതബ്ലുഗു അലൈഹാ ഹാജ, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് മനുഷ്യരോട്, ജന്തുജീവജാലങ്ങളോട് നീതി പാലിക്കുന്ന നിയമമേ ഇസ്ലാമിലുള്ളൂ. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളിലൊക്കെ അത്ര തന്നെയുള്ളൂ. അതുകൊണ്ടാണ് അറവ് നടത്തുന്ന മൃഗങ്ങളിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു. രോഗികളെ അറവ് നടത്തരുത്, ഗർഭിണികൾ പിടിച്ചറക്കരുത്, വൈകല്യമുള്ളതിനെ പിടിച്ചറക്കരുത്, ഒരുപാട് നിബന്ധനകൾ പഠിപ്പിച്ചു. അറവ് നടത്തുന്നവൻ മര്യാദയുള്ളവനാവണം, മൃഗത്തിന് സാവകാശം കൊടുക്കണം, കത്തി മൂർച്ചയുള്ളതായിരിക്കണം, ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ട് തന്നെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിരിക്കുന്നത്.